പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ദാനമായിട്ട് നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ പ്രഭാതം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് വലിയ ഒരു വിരുന്നോട് കൂടിയാണ്. ഈ വിരുന്ന് ആസ്വദിക്കുന്നതിനായിട്ടാണ് ദൈവം ഈ പ്രഭാതത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവം നൽകിയ ഈ വിരുന്ന് അത് ആസ്വദിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ പ്രത്യേകമായിട്ടും ഒരുങ്ങാം. ദൈവം നമുക്ക് ഈ വിരുന്ന് ഒരുക്കിയതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നമുക്ക് ആരാധിക്കാം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടജാലങ്ങളോടും ചേർന്ന് ഈ പ്രഭാതത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പ്രഭാതത്തിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും കർത്താവിനെ സ്തുതിക്കുന്നതായിട്ടാണ്. ഈ പ്രഭാതത്തിലുള്ള സകല സൃഷ്ടജാലങ്ങളോടും ചേർന്ന് നമുക്കും ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ടും അപേക്ഷിക്കാം. ഈ പ്രഭാതത്തിൽ അമ്മ നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് നമ്മെ നയിക്കുകയും നിയന്ത്രിക്കുകയും ആത്മീയമായിട്ട് വളർത്തുകയും ചെയ്യണമേ എന്ന് നമുക്ക് അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ യുദ്ധം മൂലം കഷ്ടപ്പെടുന്ന എല്ലാ ജനങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യുദ്ധം മൂലം നേരിട്ട് കഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്, വേദന അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നേരിട്ടല്ലാതെ പല ദൗർലഭ്യങ്ങൾ മൂലം, എണ്ണയുടെ ദൗർലഭ്യത മൂലം, ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യത മൂലം, ഗ്യാസിൻ്റെ ദൗർലഭ്യത മൂലം ഒത്തിരി ക്ലേശങ്ങൾ സഹിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാവരെയും നമുക്ക് ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ നിന്ന് ദുഃഖവും ദുരിതവും യുദ്ധവുമൊക്കെ മാറി സമാധാനവും സന്തോഷവും ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് ഒരുക്കാം. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള കർത്താവിൻ്റെ വചനം നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും തുളച്ചു കയറുന്നതിനും ആത്മീയമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനും മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനും നമ്മെ എല്ലാവരെയും യോഗ്യരാക്കണമേ, ഇടയാക്കണമേ എന്ന് നമ്മെ എല്ലാവരെയും ദൈവത്തിൻ്റെ സമക്ഷം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ആത്മീയ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോഴാണ് നമ്മൾ ശക്തിയുള്ളവരായിട്ട് മാറുന്നത്. ദൈവത്തെ പ്രഘോഷിക്കുന്നതിനും ദൈവത്തിൻ്റെ സന്ദേശം എല്ലാവരോടും പറയുന്നതിനുമുള്ള കൃപ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ടും
റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. നിയമാധിഷ്ഠിതമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കും എന്ന് മോശെ എഴുതുന്നു. വിശ്വാസാധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിൽ നിന്ന് ആർ കയറും എന്ന് നീ ഹൃദയത്തിൽ വിചാരിക്കരുത്. അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആർ ഇറങ്ങും എന്നും പറയരുത്. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. നിങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ. ആകയാൽ യേശു കർത്താവാണ് എന്ന അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും രക്ഷ കിട്ടും. പ്രിയപ്പെട്ടവരെ, 2023 ഇറങ്ങിയ ഒരു സിനിമയാണ് ദ മിറക്കിൾ ക്ലബ്ബ്. ആ സിനിമ അയർലൻഡിലും ലണ്ടനിലുമൊക്കെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അതിൻ്റെ നിർമ്മാതാവ് തദ്ദേവ് സള്ളിവനാണ്. ആ സിനിമ ചില ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത്. ആ കഥയിലെ 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ലാലി, അതുപോലെ തന്നെ ഐലീൻ, അതുപോലെ ഡോളി എന്ന 3 പെണ്ണുങ്ങളാണ്. അവർ അവരുടെ പള്ളിയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. മിറക്കിൾ എന്നായിരുന്നു ആ പരിപാടി, ഒരു സംഗീത പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ അവർ വിജയിച്ചു. അതിൻ്റെ ഫലമായിട്ട് സമ്മാനമായിട്ട് ലൂർദിലേക്ക് ഒരു തീർത്ഥാടനത്തിന് പോകുന്നതിനുള്ള ചാൻസ് അവർക്ക് ലഭിക്കുകയാണ് ചെയ്തത്. അവരെ ആ തീർത്ഥാടനത്തിന് നയിക്കുന്നത് അവരുടെ പള്ളി വികാരിയുമായിരുന്നു. അവർ പോകാനായിട്ട് വളരെ ഉത്സാഹവതികളായിരുന്നു. കാരണം ഈ ലാലിയുടെ ജീവിതാവകാശമായിരുന്നു പോവുക എന്നുള്ളത്, ലൂർദ് പോയി സന്ദർശിക്കുക, തീർത്ഥാടനം നടത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ ഐലീനെ സംബന്ധിച്ചിടത്തോളം അവളെ ബാധിച്ചിരുന്ന ക്യാൻസർ രോഗത്തിൽ നിന്നും സൗഖ്യം അവൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ അവളുടെ രോഗം മാറുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. ഡോളിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മകൻ ദാനിയേലിന് സംസാരശേഷിയില്ല, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ സംസാരശേഷി കിട്ടും എന്ന് അവൾ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. പോകുന്ന കാര്യം അവരുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞപ്പോൾ അവർ അതിന് തടസ്സം പറയുകയാണ് ചെയ്തത്. അവരതിനൊട്ടും അനുകൂലമായിരുന്നില്ല. എന്നാൽ ഈ 3 സ്ത്രീകളും പോകാൻ തന്നെ നിശ്ചയിച്ചു. അവർ പോകാനായിട്ട് റെഡിയായി. അപ്പോഴാണ് അവരുടെ കൂടെ ക്രിസി എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയും കൂടി ചേരാനായിട്ട് ഇടയായത്. ഈ ക്രിസി ഈ ലാലിയുടെ മകനുമായി, ഡോർമുട്ട് എന്ന മകനുമായിട്ട് സ്നേഹത്തിലായിരുന്നു. അങ്ങനെ അവനിൽ നിന്നും അവൾ ഗർഭിണിയായി. അപ്പോൾ അവൾ ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തു. ഇവൾ പോയതറിഞ്ഞ് ഇവളുടെ കാമുകനായിരുന്ന ഡോർമുണ്ട് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇവൾ ഇപ്പോഴിവിടെ വന്നിരിക്കുന്നത്, ഈ അയർലൻഡിലെത്തിയത് അവളുടെ അമ്മയുടെ മൃതസംസ്കാര ചടങ്ങിന് വേണ്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവളും ഇവരോടൊപ്പം ലൂർദിലേക്ക് യാത്ര ചെയ്യാനായിട്ട് പോയി. ഈ ക്രിസ്റ്റിയെ കൂടെ കൂട്ടാനായിട്ട് ഈ ലാലിക്കും ഐലീനുമൊന്നും യാതൊരു താല്പര്യവുമില്ലായിരുന്നു. എങ്കിലും അവളും അവരുടെ കൂടെ പോയി. അവിടെ പോയി അവർ ഇതൊക്കെ ഈ അവിടുത്തെ പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടും അവർക്ക് യാതൊരു വ്യത്യാസവും അവരുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. അതായത് ഈ ഐലീൻ്റെ ക്യാൻസർ രോഗം മാറിയില്ല, ഡോളിയുടെ മകൻ്റെ സംസാരശേഷി തിരിച്ചു കിട്ടിയില്ല. അവർ വളരെ നിരാശരും ദുഃഖിതരുമൊക്കെയായി.
ഇത് ഇവിടെ സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെ തട്ടിപ്പാണ്, കള്ളമാണ് എന്നൊക്കെ അവർ വിചാരിച്ചു. അങ്ങനെ അവർ അവിടെ നിന്നും തിരിച്ചു പോന്നു. തിരിച്ചു പോന്നപ്പോൾ ഇവരവരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ഭർത്താക്കന്മാരൊക്കെ അവരുടെ ആ ദേഷ്യവും ശത്രുതയും ഒക്കെ മാറ്റി അവരെ വളരെ സ്നേഹത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഈ ഡോളിയുടെ മകൻ ഡാനിയേൽ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഹോം എന്ന് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ക്രിസിയും ലാലിയുമൊക്കെ തമ്മിലുള്ള അവരുടെ ആ ശത്രുതാ മനോഭാവം അല്ലെങ്കിൽ അവരുടെ വെറുപ്പും വിദ്വേഷവുമൊക്കെ ഈ യാത്ര കഴിഞ്ഞ് തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മാറുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്കവിടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, അത്ഭുതം എന്ന് പറയുന്നത് അത് രോഗശാന്തിയിൽ മാത്രം അടങ്ങിയിരിക്കുന്ന ഒന്നല്ല. രോഗശാന്തി ലഭിച്ചാൽ മാത്രമേ അത്ഭുതം സംഭവിക്കൂ എന്ന് നമ്മൾ വിചാരിക്കുകയോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ക്ഷമിക്കാനും പൊറുക്കാനും സ്നേഹിക്കുവാനുമൊക്കെ സാധിക്കുന്നതും വലിയ അത്ഭുതമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കണം. ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ അവരുടെ രോഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ അവശതകളിൽ നിന്നോ അവർക്ക് ഒരു മോചനം കിട്ടിയതായിട്ട് നമുക്ക് കാണുന്നില്ല. അവർ പ്രതീക്ഷിച്ച അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ആത്മീയമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ, ഒത്തിരി വളർച്ച അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത്ഭുതം അടങ്ങിയിരിക്കുന്നത് രോഗശാന്തിയിൽ മാത്രമല്ല. നമുക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന്, സ്നേഹത്തിലേക്ക് കടന്നു വരുന്നതിന്, ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ അത്ഭുതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനും സ്വീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ സാധിക്കണമെന്നാണ് ഈ സിനിമ നമ്മെ പഠിപ്പിക്കുന്നത്. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും നമ്മുടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പ് കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമ്മോടൊപ്പം ആയിരുന്നു കൊണ്ട് നമ്മെ നയിക്കട്ടെ, നിയന്ത്രിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ടിരുന്നു കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും നമുക്കിപ്പോഴും ഓർക്കാം. രോഗികളായിട്ട് കഴിയുന്നവർ, അതുപോലെ തന്നെ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് അതിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർ, സാമ്പത്തിക ബാധ്യതയിലൂടെ കടന്നു പോകുന്നവർ, ജോലി ലഭിക്കാത്തവർ, വിവാഹം നടക്കാനായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാത്തവർ, അങ്ങനെ ധാരാളം ആളുകൾ നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ച് നമ്മെ സമീപിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒത്തിരി ആളുകൾക്ക് നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ട് എന്നെല്ലാം. അവരെല്ലാവരെയും നമുക്കിപ്പോൾ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് ഒരു നിമിഷം അവരെല്ലാവരെയും സമർപ്പിച്ച് ഇപ്പോഴേ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവായ യേശുവേ, ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും അവരുടെ നിയോഗങ്ങളോടും അവരുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാവരുടെയും മേലെ അങ്ങയുടെ കരുണയുള്ള കരം നീട്ടി കൃപ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ അഭിഷേകത്താൽ അവരെല്ലാവരെയും നിറയ്ക്കണമേ. അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എല്ലാം ഏറ്റെടുക്കുന്നതിനും നേരിടുന്നതിനുമുള്ള ശക്തിയും കൃപയും ധാരാളമായിട്ടും അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ നമ്മളായിരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ധ്യാന കേന്ദ്രത്തെയും ഈ ചാനലിനെയും നിങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ ചാനൽ വഴിയായിട്ടും ഈ ധ്യാന കേന്ദ്രം വഴിയായിട്ടും ഭൂമിയുടെ അതിർത്തികൾ വരെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതിനും തടസ്സങ്ങൾ നീക്കപ്പെടുന്നതിനും വേണ്ടി ഈ ചാനലിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സമയം
മരിയൻ കൂടാരങ്ങളിലിരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങളോടും ചേർന്ന് നമുക്കും ഒരു കൊന്തയെങ്കിലും ചൊല്ലി സമർപ്പിച്ച് ഈ ധ്യാന കേന്ദ്രത്തിനും ഈ ചാനലിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. വിലപിക്കും മക്കൾക്ക് തിരുവിലാവിൽ നിന്നും തിരുരക്തമൊഴുക്കുന്ന തിരുസ്നേഹമേ അങ്ങേക്കാരാധന. ആയിരം ആരാധന അങ്ങേക്കാരാധന. ആത്മാവിലാരാധന. നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. രോഗം മാറ്റും ശാപം നീക്കും സൗഖ്യം പകരും തിരുരക്തം. രോഗം മാറ്റും ശാപം നീക്കും സൗഖ്യം പകരും തിരുരക്തം. കാരുണ്യ സ്രോതസ്സായി ഒഴുകും രക്തം എന്നിൽ അത്ഭുതം തീർക്കും രക്തം. കാരുണ്യ സ്രോതസ്സായി ഒഴുകും രക്തം എന്നിൽ അത്ഭുതം തീർക്കും രക്തം. വിലപിക്കും മക്കൾക്ക് തിരുവിലാവിൽ നിന്നും തിരുരക്തമൊഴുക്കുന്ന തിരുസ്നേഹമേ നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. അങ്ങേക്കാരാധന. ആയിരം ആരാധന അങ്ങേക്കാരാധന. ആത്മാവിലാരാധന. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ശിരസ്സ് നമിച്ച് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ എന്നോടൊപ്പം പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ഒരു നല്ല പ്രഭാതവും നല്ല ദിവസവും നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുകയാണ്. ഈ പ്രഭാതത്തിലും ഈ ദിവസത്തിലും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.